ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. 2025 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മികച്ച അന്യഭാഷാ ചിത്രങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ടിൽ കുറച്ചും കൂടെ അൺപോപ്പുലർ ആയിട്ടുള്ള എന്നാൽ ബെസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് മൂവീസിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ടോപ്പ് 10 മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെസ്റ്റ് ഓഫ് ദി മൂവീസിൻ്റെ ലിസ്റ്റ് ഇൻക്ലൂഡിങ് ദിസ് ടോപ്പ് 10 ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പോലെ PDF അല്ല, ലെറ്റർ ബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ മൂവീസ് എടുത്ത് വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കാതെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അമർ സിംഗ് ചംകീല എന്ന് പറയുന്ന മൂവി ഇംതിയാസ് അലി എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത ഒരു ബയോ പൊളിറ്റിക്കൽ ഡ്രാമ പ്ലസ് ഡ്രാമ, പിന്നെ കുറച്ച് നല്ല നല്ല മ്യൂസിക്സ്, പഞ്ചാബി മ്യൂസിക്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ നല്ല ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് തരുന്ന ഒരു മൂവിയും കൂടിയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്ന AR റഹ്മാനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ മൂവിയിലും ഡിസ്കസ് ചെയ്തു പോകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ലിറിക്സ്, വൾഗറായിട്ടുള്ള ലിറിക്സും അതിനെ പറ്റിയിട്ടുള്ള ഡിബേറ്റും, ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇങ്ങനെയൊക്കെ ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അങ്ങനെ കുറേ ഡിബേറ്റ്സ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മൂവിയാണ്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്, ത്രില്ലറാണ്, ഒരു ആക്ഷൻ പാക്ക് മൂവിയാണ്. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ്, പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ആസ്പെക്ട്സ് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മൂവിയാണ്. നിങ്ങൾക്ക് ആ ഒരു ഇതിൽ വേണമെങ്കിൽ കാണാം. അതല്ലാതൊരു മൂവി എന്ന എൻറ്റിറ്റിയിലേക്ക് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂവി തന്നെയാണ്. ഇതിൽ പ്രിയാമണിയും യാമിനി ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇവരാണ് ലീഡായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഫീമെയിൽ ലീഡ് ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു വർക്കിങ്ങും ഒക്കെ കാണാൻ നല്ല രസമുള്ള ഒരു ഇത് തന്നെയാണ്. നല്ലൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ബേസിക്കലി ഈ സിനിമ ഒരു ഹിസ്റ്റോറിക്കൽ ടച്ചോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് സ്റ്റാർട്ട്സ് ഇപ്പോൾ പ്രസൻറ്റ് ഡേ ആയിട്ട് ഇവർ തുടങ്ങുന്നത് ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തതിന് ശേഷമുള്ള കുറേ ഇൻസിഡൻസും ഒക്കെ കാണിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ ലെവലും ടച്ച് ചെയ്തുകൊണ്ട് ഈ സിനിമ കടന്നു പോകുന്നു. നല്ലൊരു ത്രില്ലിങ് ഡ്രാമ സീക്വൻസുകളോട് കൂടിയിട്ടാണ് സിനിമ കടന്നു പോകുന്നത്. പിന്നെ സിനിമയെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു സിനിമ എന്ന എൻറ്റിറ്റി ആയിട്ട് നമ്മളിതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മീഡിയം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവിയാണ്. മെമ്മോർ ഓഫ് എ സ്നെയിൽ എന്ന് പറയുന്ന മൂവിയെ പറ്റി പറയുമ്പോൾ, ഇത് ഞാൻ മുമ്പ് കണ്ട ഒരു മൂവി ഡയറക്റ്റ് ചെയ്ത, അതായത് മേരി ആൻഡ് മാക്സ് എന്ന് പറയുന്ന ആഡം എലിയറ്റ് എന്ന് പറയുന്ന ഡയറക്ടറാണ് ഈ 2 മൂവി ചെയ്തത്. ഈ സിനിമ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന ഡീപ്പ് ഡിസപ്പോയിൻമെൻറ്റ്, അതുപോലെ തന്നെ സാഡ്നെസ്, ഡെത്ത്, അങ്ങനെയുള്ള കുറേ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറേ ഇമോഷൻസ് വെച്ചിട്ടാണ് ഈ സിനിമ പോകുന്നത്. 2 ട്വിൻസിനെ ബേസ് ചെയ്തിട്ടാണ്, 2 ട്വിൻസാണ് ഇതിൻ്റെ ലീഡ് റോൾ. അതിൽ ഒരു ഫീമെയിൽ ട്വിൻസിനെ ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. ആഡം എലിയറ്റിന് കൂടുതലും ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാനാണ്. മേരി ആൻഡ് ദ മാക്സ് ആണെങ്കിലും ഇതേ ഒരു ജോണറിലുള്ള സിനിമയാണ്. പക്ഷെ ഈ 2 സിനിമയും സങ്കടവും വരും, എന്നാൽ അത് കഴിഞ്ഞതിൻ്റെ ഒരു തൃപ്തിയും കിട്ടുന്ന രീതിയിലുള്ളൊരു സിനിമയാണിത്. കിഡ്സിൻ്റെ കൂടെ കാണാൻ പറ്റിയൊരു മൂവിയല്ല. കൂടുതൽ R-rated കൈൻഡ് ഓഫ് മൂവീസാണ്. അതായത് ന്യൂഡിറ്റി ഉണ്ട്, അതായത് സ്റ്റോപ്പ് മോഷൻ ന്യൂഡിറ്റി ആണെങ്കിൽ പോലും ന്യൂഡിറ്റി ഉണ്ട്. സോ അഡൽട്ട് അനിമേഷനാണ്. ബാക്ക് എന്ന മൂവിയെ പറ്റി പറയുമ്പോൾ, 2 ടീനേജേഴ്സിന് എൻ്റെ കഥയാണ്. ഹിയാറ്റാക്ക ഓഷിയാമ എന്ന് പറയുന്നതാണ് ഈ അനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. അനിമെ, കമ്മിങ് ഓഫ് ഏജ്, ഡ്രാമ എന്നീ ജോണറാണ് ഇതിൽ. ജിനോ എന്ന് പറയുന്നത്, ക്യോമോട്ടോ എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത്. ഇവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഓക്കെ, അവർ തമ്മിൽ യാതൊരു ചേർച്ചയും ഇല്ലാത്ത ഒരു ക്യാരക്ടേഴ്സാണ്. പക്ഷേ അവർ തമ്മിലുള്ള ആകെ ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ 2 പേർക്കും എക്സ്ട്രീം പാഷൻ ടു മേക്ക്, എന്താ പറയുക, മാങ്ക എന്ന് പറയുന്ന ഒരു കോമിക്, അതായത് ജപ്പാനീസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനിമേസ്
ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം മാങ്ക എന്താണെന്നുള്ളത്. ഒരു ടൈപ്പ് ഓഫ് കോമിക്കാണ്. ആ കോമിക് ഉണ്ടാക്കാനുള്ള പാഷനാണ് ഇവരുടെ ഇടയിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻസ് മൊത്തം ഫ്യൂവൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലവ് സ്റ്റോറി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക, അവരുടെ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി. അപ്പം ഈ മാങ്കി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് വരുന്ന ചാലഞ്ചസും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. മൂവി എന്ന് പറയുന്നത് കിഡ്സിൻ്റെ കൂടി ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു മൂവിയാണ്. മാറ്റിൻ്റെ ഹോം നഷ്ടപ്പെടുന്ന ഒരു ഫ്ലഡ് മൂലം ആ ഫ്ലഡിന് ശേഷം അത് ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ചെറിയ വഞ്ചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിലേക്ക് കയറുകയാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ സ്പീഷീസ് ഓഫ് അനിമൽസിനെ കണ്ടുമുട്ടുകയും പിന്നെ ഈ ക്യാറ്റ് അവരുമായിട്ടൊരു ടീമായിട്ട് ഈ ഒരു ചാലഞ്ചിനെ ഓവർകം ചെയ്യുക, പുതിയൊരു ഹോം തേടി പോകുന്ന രീതിയിലുള്ളൊരു അഡ്വഞ്ചർ, അനിമൽ അഡ്വഞ്ചർ, അതുപോലെ അഡ്വഞ്ചർ ഫാമിലി ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ ഫോളോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു വെറൈറ്റി ഓഫ് സ്റ്റൈൽ ഓഫ് അനിമേഷനും അതുപോലെ തന്നെ ഒരു വേറെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ കൊണ്ട് ഒരു നല്ല സിനിമയാണ്. പക്ഷെ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സിനിമയാണ്. അപ്പോൾ ഈ മൂവിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഡോക്കു ഡ്രാമയാണ്, അതുപോലെ തന്നെ ഒരു ബയോപിക്കാണ്, ബയോഗ്രഫിയാണ്. ഓക്കെ, ഈ സിനിമ മൈതാൻ എന്ന് പറയുന്ന സിനിമ സംസാരിക്കുന്നത് നമ്മുടെ ജീവചരിത്രമാണ്. ഈ സിനിമ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം നേരിടേണ്ടി വന്ന ചാലഞ്ചസും പൊളിറ്റിക്കലായിട്ടുള്ള ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത് ആസ് എ മൂവി നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോകും. ഒരു ഫുട്ബോൾ പ്രേമിയാണ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിനിമയാണ് ഈ റഹീം എന്ന് പറയുന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആർക്കിടെക്റ്റൊക്കെ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പുള്ളിനെ പറ്റി ഇദ്ദേഹത്തെ പറ്റി നമുക്ക് നല്ലൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ നമുക്കൊരു ജേണി പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നല്ല സിനിമയാണ്. എന്ന് പറയുന്ന മൂവിയെ പറ്റി പറയുമ്പോൾ ഇതൊരു ബയോപിക് കം ആക്ഷൻ മൂവിയാണ്. ബേസ്ഡ് ഓൺ റിയൽ ഹീറോ ആയ നമ്മുടെ മേജർ മുകുന്ദ് വരദരാജൻ എന്ന് പറയുന്ന ഒരു ഒരു മേജറിൻ്റെ കഥയാണ്. കാസി പാദ്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ഒക്കെ ഒരു സ്റ്റോറിയാണ്. ഈ സിനിമയിലെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. അത് പിന്നെ എന്തായാലും നടന്നൊരു സംഭവം നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ഈ ലവ് എന്ന് പറയുന്ന ഇമോഷൻസ് കൊണ്ട് ഈ ഒരു സിനിമ അത് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു സിനിമയാണ്. പേഴ്സണൽ ലൈഫും ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്, പ്രൊഫഷണൽ ലൈഫും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഒരു മിക്സ്. സായി പല്ലവി ആണെങ്കിൽ നല്ല രീതിയിൽ ആ ഇമോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു ജവാന്റെ ഭാര്യ ഏതൊക്കെ ഇമോഷൻ സ്റ്റേറ്റിലൂടെ കടന്നു പോകും ഇഫ് ഹീസ് ഇൻ ബാറ്റിൽ ഗ്രൗണ്ടിലായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോകും എന്നൊക്കെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണിച്ചിരുന്ന ഒരു മൂവിയാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ ശിവകാർത്തികേയനും അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജി.വി. പ്രകാശാണ് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ഒക്കെ ഈ സിനിമയുടെ ക്വാളിറ്റി എലിവേറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു റാൻഡം കുറേ പാട്ട് എന്നുള്ള രീതിയിലല്ല, ആഡ് ഓൺ ആണ്. എല്ലാം ഈ സിനിമയുടെ ഒരു ഇമോഷൻസിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സോങ്സ് ആയിട്ടാണുള്ളത്. വിഷ്വൽസും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത്. ഇനി നമ്മുടെ ടോപ്പ് 3യിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇത്രയും നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് 99% വരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ യൂട്യൂബ് ആൽഗോരിതംസ് ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെനിക്കൊരു സപ്പോർട്ടായിരിക്കും. മെയ്യഴകൻ എന്ന് പറയുന്നത് ഒരു ഡ്രാമ ആൻഡ് ഫാമിലി സിനിമയാണ്. ഓക്കെ, റിയൽ ഫീൽ ഗുഡ് മൂവി. അതായത് 96ൻ്റെ ഡയറക്ടറായ സി പ്രേംകുമാറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ പുള്ളിക്കാരൻ്റെ 96 മൂവി പോലെ തന്നെ ഒരു സ്ലോ പേസ് ഫീൽ ഗുഡ് മൂവിയാണ്. 96ൽ കോളേജ് ആൻഡ് അതേപോലെ സ്കൂൾ ലൈഫൊക്കെയാണ് നമുക്ക് കാണിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഫാമിലി ബോണ്ടിൻ്റെ ഒരു നൊസ്റ്റാളജിക് ഫീലിംഗ് ആണ് നമുക്ക് കാണിച്ചിരുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് കാണിച്ചിരുന്നത്. ഇതിലിപ്പോൾ കാർത്തിക്കിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ അരവിന്ദ് സ്വാമിയുടെയൊക്കെ പെർഫോമൻസ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ എടുത്തു പറയേണ്ട കുറേ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുറേ വെൽ റിട്ടൺ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് നമുക്കിതിൽ കാണാൻ പറ്റും. എന്താ പറയുക, അത്രയും ഇമോഷണൽ ഡെപ്തുള്ള കുറേ ഫീമെയിൽ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്.
അവരെ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. അത് അത്യാവശ്യം ഗംഭീരമായിട്ട് ഈ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിക്കുന്ന ആക്ടേഴ്സും അത് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന മൂവി ഒരു പോർച്ചുഗീസ് മൂവിയാണ്. ഓക്കെ, ഇതൊരു ഡോക്കു ഡ്രാമ, പൊളിറ്റിക്കൽ ഡ്രാമ, അതുപോലെ തന്നെ ഹിസ്റ്ററി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബ്രസീലിൽ 1971 സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിനെ, ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൽ യുനീസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഭർത്താവ് ഒരു സെനറ്ററാണ്. പുള്ളിക്കാരനെ കാണാതാവുകയും അദ്ദേഹം ഡെഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. പിന്നീട് ആ ഫാമിലിയുടെ എല്ലാ ബേർഡനും ഈ ഒരു യുനീസ് എന്ന് പറയുന്ന വൈഫ് കം മദറിൻ്റെ മേലെയാവുന്നു. ഈ യുനീസിന് കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഈ പുള്ളിക്കാരന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പറയുന്ന ഒരു മൂവിയാണ്. ഓക്കെ, മിസ്സിങ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷനൊക്കെ ഉള്ള ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു സിനിമ നമുക്ക് ഒരു ത്രില്ലിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഫാമിലി ആൻഡ് ഹിസ്റ്റോറിക്കൽ ലെവലിലൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഇതൊരു സിനിമ എന്ന് പറയുന്നത് പക്ക അവാർഡ് ഫിലിമാണ്. ഇത് നമുക്ക് ഈ സിനിമയ്ക്ക് മൊത്തം 34 അവാർഡും അതുപോലെ തന്നെ 2 നോമിനേഷനൊക്കെ കിട്ടിയൊരു സിനിമയാണ് ദ സ്ട്രേഞ്ചേഴ്സ് കേസ് എന്ന് പറയുന്നത്. ഇതൊരു 4 ഫാമിലികളുടെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻസിഡന്റ് കാരണം 4 ഫാമിലികളുടെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണിക്കുന്ന ഒരു മൂവിയാണ്. അതൊരു ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ വെച്ചിട്ടാണ് ഈ ടോപ്പ് 200 ലിസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ സിനിമകൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫിലിം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ഗൈസ്.